കസ്റ്റമർ കൊടുക്കുന്ന പ്രാധാന്യം കാര്യങ്ങളൊക്കെ അല്ലെ. ഒരു കസ്റ്റമർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഒരു കസ്റ്റമർ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യാം, ഒരു കസ്റ്റമർ എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാം, ഒരു കസ്റ്റമറോട് നമ്മൾ അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഇതിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. സോ അതാണ് നമ്മുടെ ബിസിനസ് വളരാൻ അതിന്റെ എല്ലാ ഘടകവും വരണം. ബാക്ക് ബോൺ ആയ സ്റ്റാഫ് ആയിരിക്കണം, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇവിടെ ടെസ്റ്റ് കാണിച്ച് ഇപ്പൊ നമുക്കിവിടെ ഇന്ത്യൻ കസ്റ്റമർ, അറബിക് കസ്റ്റമേഴ്സ്, ദെൻ അല്ലാത്ത റിലീജിയൻ കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സോ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം നമ്മൾ കമ്പനി ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇതിലിപ്പോ നമ്മളൊരു ഐഡിയ ആയിട്ട് വാട്ട് വി ഡു അറ്റ് വർക്ക് ആസ് എൻ ഇമ്പാക്ട് ഇൻ അവർ ഓവറോൾ ഹെൽത്ത് അല്ലെ. ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് എന്താണ് ഹെൽത്ത്, നിങ്ങൾ ആരോ മെന്റലി ഫിസിക്കലി ഹെൽത്തിലും ഒക്കെ പല ആൾക്കാരും ഒരു ധാരണ ഉണ്ട് എന്താണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്ന വെറും ബോഡി പരമായിട്ടുള്ള അല്ലെങ്കിൽ കായികമായ ഫ്ലെക്സിബിലിറ്റി മാത്രമായിരിക്കുന്ന. ബട്ട് അതല്ല, നമ്മൾ എന്താക്കണം മെന്റലി സ്ട്രോങ് ആയിരിക്കണം, ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. ഈ രണ്ട് ഘടകം സ്ട്രോങ് ആയാണ് നമുക്കത് ഓർഗനൈസേഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇജാസിനെ സംബന്ധിച്ച് ഇജാസ് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ, മൈൻഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വർക്കിന് അദ്ദേഹത്തിന് ബാധിക്കും അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോ പനിച്ച് കിടക്കുകയാണ്, മൈൻഡൊക്കെ നല്ല വർക്കാണ്, പനിയാണ്, അപ്പൊ എന്താ അത് ഫിസിക്കലി പോയി. ഇപ്പൊ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയിന്റ് മനസ്സിലായില്ലേ? യെസ്, ഫിസിക്കൽ ആയിട്ട് ഫിറ്റ് ആയിരിക്കണം നിങ്ങൾ, അതായത് മെന്റലി ആയിട്ട് ഫിറ്റ് ആയിരിക്കണം. സോ അതാണ് ഏതൊരു ഓർഗനൈസേഷൻ, അതാണ് നമ്മൾ ഇവിടെ ഈ ഫസ്റ്റത്തെ വാട്ട് വി ഡു അറ്റ് വർക്ക് ഹാസ് എ ബിഗ് ഇമ്പാക്ട് ഇൻ ഓവറോൾ ഹെൽത്ത്. നമ്മൾ ആരോഗ്യപരമായിട്ട് ഇമ്പാക്ട് ചെയ്താലേ നമുക്ക് എന്താക്കുക സെക്ഷനും കാര്യങ്ങളും ഓവറായിട്ട് വെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പറയും. ഞാൻ പറഞ്ഞിട്ട് മുന്നേറിൽ നമ്മൾ സ്പെഷ്യൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഇത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കാം. ഓക്കെ, വേറെ എന്താണ് ഇതിൽ പറയാൻ വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യമാണ് ബി ആക്റ്റീവ്. എന്നും ആക്റ്റീവ് ആയിരിക്കാം. നമ്മൾ ഒരു ഇപ്പൊ നിങ്ങൾ വെറുതെ സെക്ഷനിൽ നിങ്ങൾ സെക്ഷൻ ഞങ്ങൾ പോലല്ലേ, എന്നും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാണ്ട് നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നതിന്റെ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാകാൻ തിരിച്ചല്ല ഞാൻ പറയാം, ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു, ചിലപ്പോൾ അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ സ്റ്റെക്ക് ആകും, മൈൻഡിൽ എന്തെങ്കിലും വേറെ തോട്ട് വരും അല്ലെ. ചിലപ്പോൾ നാളെ തോന്നും, ഇല്ലെങ്കിൽ നാളെ വൈകുന്നേരം എവിടെ പോകേണ്ടിയായിരിക്കും, ഇല്ലെങ്കിൽ രാത്രി ഫുഡിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസേൺ എന്തെങ്കിലും വരും. സോ ബി ആക്റ്റീവ് ആയിരിക്കാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്റ്റീവ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ചിലപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ കഴിഞ്ഞു, കസ്റ്റമർ ഹാൻഡിൽ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ദെൻ നമ്മൾ ഫ്ലെക്സിബിൾ നോക്കാണ്, നമ്മൾ വർക്കിംഗ് ടൈമാണ്. അപ്പൊ നിങ്ങൾ സൂപ്പർവൈസർക്കോ നിങ്ങൾക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യുക, ഇനി എന്താ ചെയ്യാനില്ല, അങ്ങനെ ആരും ചോദിക്കലുണ്ടോ? ഇവിടെ ഉണ്ടോ? ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഉണ്ടോ ജാസൻ? അതിന് സമയം കിട്ടലുണ്ടാവില്ല, അതേ വർക്ക് ഉണ്ടായിക്കില്ല. സോ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാറ്റം. കാരണം എന്താ, എഫിഷ്യൻസി നിങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്ത്, അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എഫിഷ്യൻസി